ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളായ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ ജോസ് പനച്ചിപ്പുറം, നിയമസഭാ പ്രവർത്തനങ്ങളുടെ ഒരു വിരസതയുണ്ടാവും ചിലപ്പോൾ. ആ വിരസത അകറ്റണം എന്ന് മനഃപൂർവ്വം വിചാരിച്ച് പാലക്കാടുകാർ നിയമസഭയിലേക്ക് ഞങ്ങളുടെ കൂടെ അയച്ച എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ശ്രീ രമേശ് പിഷാരടി ഏത് തരം കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാൻ പറ്റുമെന്ന് തെളിയിച്ച് നമ്മളെ അത്ഭുതപ്പെടുത്തി അവസാനം അമ്മയുടെ പ്രസിഡൻ്റായി നമ്മളെയെല്ലാം വിസ്മയിപ്പിച്ച ശ്രീ ശ്വേതാ മേനോൻ, പ്രിയപ്പെട്ട ശ്രീ ജോഷ, ശ്രീ സുൽഫിക്കർ അലി, മറ്റ് പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ടവരെ, നല്ല പാഠമാണ്. എനിക്ക് 1000 പേരോട് ഉള്ള സദസ്സിനോട് സംസാരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം 25 കുട്ടികളോട് സംസാരിക്കുന്നതാണ്. അവരുടെ മുഖത്ത് വിരിയുന്ന ഭാവഭേദങ്ങൾ, അവരുടെ സന്തോഷം, അവരുടെ ആഹ്ലാദം, അവരുടെ സങ്കടങ്ങൾ നമുക്ക് പെട്ടെന്ന് നിഷ്കളങ്കമാണത്. നമുക്ക് വിവേചിച്ചറിയാൻ പെട്ടെന്ന് പറ്റും. അവർ പെട്ടെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നതാണ്. നമുക്കറിയാം, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് പേർ വഴികാട്ടികളായിട്ടുണ്ട്. ഒന്നിലധികം ആളുകൾ വഴികാട്ടികളായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം, നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ വലിയ സ്വാധീനം ചെലുത്തുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അതുപോലെ തന്നെ സ്വാധീനം ചെലുത്തുന്നവരാണ് നമ്മുടെ അധ്യാപകർ. നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സിനെ, നമ്മൾ ചിന്തിച്ചു വരുന്ന കാര്യങ്ങൾക്കെല്ലാം അത് ശരിയാണോ തെറ്റാണോ എന്ന് വിവേചിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ വഴികാട്ടികളായി അവർ മാറും. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, 2ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ എല്ലാവരോടും പറഞ്ഞു, എല്ലാ ഞായറാഴ്ചയും നഖം വെട്ടണം. എല്ലാ ഞായറാഴ്ചയും. ഞാൻ അന്ന് മുതൽ എല്ലാ ഞായറാഴ്ചയും നഖം വെട്ടും. നഖം വെട്ടാൻ പറ്റാത്ത ഒരു ദിവസം തിങ്കളാഴ്ച ഉണ്ടായാൽ എൻ്റെ വിരൽ തുമ്പുകളിൽ ഒരു ഇറിറ്റേഷൻ വരും. ഞാൻ അവരെ നഖം വെട്ടുമ്പോൾ ഞാൻ അവരെ ഓർക്കാറുണ്ട്, ആ ടീച്ചറെ. നഖം വെട്ടാതിരിക്കുമ്പോൾ ആ ടീച്ചറോട് എന്തോ കുറ്റം ചെയ്തതുപോലെയാണ് എൻ്റെ മനസ്സിലുള്ളൊരു കുറ്റബോധം വരുന്നത്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്താണ്. എപ്പോഴും ചെയ്യാൻ പറ്റാതെ പോയാൽ സങ്കടമാണ്, ഇത് ചെയ്യുന്നത് വരെ സങ്കടമാണ്. ഓരോ കാര്യത്തിൽ ഓരോരുത്തരുടെ ഇടപെടലുകളുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പല സ്ഥലത്തും പറഞ്ഞ കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ, ഞാനിവിടെ വരാനുള്ളൊരു സാഹചര്യം ഞാൻ തിരിഞ്ഞു നോക്കി കുഞ്ഞുനാളിലേക്ക്. ഞാൻ അന്ന് പുസ്തകം വായിക്കും. ഇപ്പോൾ ഒരു നോവൽ കൊണ്ടുപോയി, സാധാരണ എന്നെ കുസൃതി കുറേ കൂടുതലായതുകൊണ്ട് 1ാം ബെഞ്ചിലെ 1ാമത്തെ ആളായിട്ട് എപ്പോഴും ഇരുത്തും. ഒരു ദിവസം ഒരു ക്ലാസ്സിൽ ഞാൻ പുറകിൽ പോയിരുന്നു. എന്നിട്ടിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ മീതെ ഞാൻ കൊണ്ടുപോയ ഒരു നോവൽ, ആ നോവൽ വായിച്ചുകൊണ്ട്. അപ്പോൾ അധ്യാപകൻ പിടിച്ചു, എൻ്റെ ക്ലാസ് ടീച്ചർ. അദ്ദേഹം പിടിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു, എന്നോട് ദേഷ്യപ്പെട്ടു, മേലാൽ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളിവിടെ ഇരുന്ന് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ ക്ലാസ് എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതെ ഒരാൾ വേറൊരു പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് സഹിക്കില്ല എന്ന്. ഭയങ്കരമായി ദേഷ്യപ്പെട്ടു. ഇനി മേലാൽ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ ക്ഷമ ചോദിച്ചു. പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, 4 മണിയാകുമ്പോൾ എന്നെ അവിടെ വന്ന് കാണണമെന്ന് പറഞ്ഞു. അധ്യാപകരുടെ ടീച്ചേഴ്സ് റൂമിൽ വന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത് ചിലപ്പോൾ തല്ലാനായിരിക്കും, കുട്ടികളുടെ മുമ്പിൽ അടിക്കേണ്ട, അന്ന് ചൂരലുണ്ടല്ലോ, ഇപ്പം അധികം ചൂരലില്ല, അപ്പോൾ അടിക്കാനായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ റെഡിയായി. നമ്മളെല്ലാത്തിനും മനസ്സൊരുക്കി വെക്കണമല്ലോ. അപ്പോൾ ചെറുപ്പത്തിൽ അടി മേടിക്കാൻ തയ്യാറായിട്ട്. അപ്പോൾ ഈ അധ്യാപകൻ എന്നെ ചേർത്ത് പിടിച്ചു. നീ വായിക്കാറുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വായിക്കാറുണ്ട്, അധികമൊന്നുമില്ല എന്നോ. അപ്പോൾ അദ്ദേഹം ഒരു താക്കോലെടുത്ത് തൊട്ടപ്പുറത്ത് ക്ലാസ് റൂമിൻ്റെ ഈ ടീച്ചേഴ്സ് റൂമിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്കൂളിലെ ലൈബ്രറി മാറാലയൊക്കെ പിടിച്ച് കിടക്കണത് അദ്ദേഹം ഒരു താക്കോലിട്ട് തുറന്ന് എന്നോട് പുസ്തകങ്ങളെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞ്, എത്ര പുസ്തകം വേണമെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോകാം, നീ ഇവിടെ എഴുതി വയ്ക്കുക പോലും വേണ്ട, കൊണ്ടുപോയി വായിക്കണം, വായിച്ചിട്ടുള്ള വിവരങ്ങൾ എനിക്ക് കുറിപ്പായി എനിക്ക് എഴുതി തരണം എന്ന് പറയാം. ഞാൻ കരഞ്ഞുപോയി ശരിക്ക്. കാരണം അടി മേടിച്ച് ചെല്ലുന്ന ഒരാളോട് എന്നിട്ട് പറഞ്ഞു, ഞാൻ ക്ലാസ്സിലിരുന്ന് അത് ചെയ്യാൻ പാടില്ല, തെറ്റാണ്, അതിനാണ് ഞാൻ തിരുത്തിയത്, പക്ഷേ വായിക്കണം. എനിക്ക് ഒരു പക്ഷേ എൻ്റെ വായനയിൽ ഇപ്പോൾ ശ്രീ പനച്ചിപ്പുറം വായനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് അധ്യാപകൻ്റെ മുഖമാണ്. എൻ്റെ മനസ്സിൽ, ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. എന്നെ
പ്രസംഗ മത്സരങ്ങളിൽ, ഉപന്യാസ മത്സരങ്ങളിലൊക്കെ അന്ന് കൊണ്ടുവന്ന് വലിയ പാടാണ്. ഞങ്ങൾ കടത്തൊക്കെ കിടന്ന് ബോട്ടൊക്കെ കിടന്ന് വേണം പോകാൻ ഞങ്ങളുടെ നാട്ടിൽ നിന്ന്. അതൊക്കെ അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി എന്നെ കൊണ്ടുപോയി മത്സരിപ്പിക്കും. ജില്ലാ യുവജനോത്സവത്തിൽ കൊണ്ടുപോകും, സംസ്ഥാന യുവജനോത്സവത്തിൽ കൊണ്ടുപോകും. എത്രമാത്രം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആ അധ്യാപകൻ എന്ന് ഞാൻ ഓർക്കും. ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. നമുക്ക് ചില കൾച്ചർ ഉണ്ടാവണം, നമുക്കൊരു പ്രത്യേകമായ കൾച്ചർ. ഇപ്പോൾ ഒരുപാട് പദ്ധതികൾ നല്ല പാഠം നടത്തിയിട്ടുണ്ട്. അതിൽ ഈ മാലിന്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ധാരാളമായിട്ടുണ്ട്, അല്ലേ? മാലിന്യങ്ങൾ നമ്മളാണ് ഉണ്ടാക്കുന്നത്, നമ്മളാണ്. മാൻമെയ്ഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പ്രശ്നവും ഹ്യൂമൻ മെയ്ഡ് എന്ന് പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാൻമെയ്ഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, ആണുങ്ങൾ മാത്രം. മാൻ കൈൻഡ് എന്ന് ഉപയോഗിക്കാൻ പാടില്ല, ഹ്യൂമൻ കൈൻഡ് എന്ന് ഉപയോഗിക്കണം. ഇപ്പോൾ പുതിയ കാലത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ മാൻ കൈൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പെൺകുട്ടികൾ എഴുന്നേറ്റ് ഒന്ന് ചോദിക്കുക, അതെന്താ മാൻ എന്ന് ചോദിക്കും, മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ഒരു കാലത്താണ്. അപ്പം നമ്മളാണ് ഉണ്ടാക്കുന്നത്, വേസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മളാണ്. ഞാൻ ഓസ്ട്രേലിയയിലെ മെൽബണിൽ പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ സുഹൃത്തിൻ്റെ കുട്ടി കിൻഡർ ഗാർട്ടനിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ അവൻ്റെ പോക്കറ്റിൽ നിന്ന് മിഠായി കടലാസുകളൊക്കെ എടുത്ത് പുറത്തിട്ട് ഇങ്ങനെ വേസ്റ്റിലേക്ക് ഇട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത്, എന്താ ഈ പോക്കറ്റിൽ മിഠായി കടലാസ്? സ്കൂളിൽ അവിടെ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഒരു മിഠായി കഴിച്ചാൽ അതിൻ്റെ കടലാസ് അടുത്ത വേസ്റ്റ് ബോക്സിലിടണം, വഴിയിലിടരുത്, പഠിപ്പിച്ചേക്കുക. അപ്പോൾ കുട്ടി അതുകൊണ്ട് പോക്കറ്റിൽ അത് ശേഖരിക്കും. വേസ്റ്റ് ബോക്സ് കണ്ടില്ല, കുഞ്ഞു കുട്ടി കിൻഡർ ഗാർട്ടനിലായതുകൊണ്ട് ചിലപ്പോൾ വേസ്റ്റ് ബോക്സ് കണ്ടപ്പോൾ അത് മറന്നും പോയി കാണും. പക്ഷെ വീട്ടിലെത്തി ഞാനൊന്ന് അത്ഭുതപ്പെട്ടു. ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് വഴിയിലൊരു സാധനം എറിയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് പ്രൊഫസർമാരായ ഞാൻ ഇന്നാൾ പറഞ്ഞു, 2 ദമ്പതികൾ പ്രൊഫസർമാർ, 2 പേർക്കും ഡോക്ടറേറ്റ് ഉണ്ട്. കാറിൽ 2 പേരും വീട്ടിൽ നിന്ന് വന്നിട്ട് ഒരു പാലത്തിൻ്റെ മുകളിൽ കാർ നിർത്തി വീട്ടിലെ വേസ്റ്റ് എടുത്ത് നേരെ പുഴയിലേക്ക് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് വിദ്യാഭ്യാസം? അപ്പോൾ വിദ്യാഭ്യാസം അല്ലല്ലോ, നമ്മുടെ മനസ്സിലൊരു സംസ്കാരം ഉണ്ടാവുകയാണ്. നമ്മൾ വേസ്റ്റുകൾ നമ്മൾ ഉണ്ടാക്കരുത്. ചിലർ ബൈക്കിൽ പോവും, ഞാൻ തമാശയായിട്ട് പറയും, അവർ 2 പേരുടെയും കയ്യിൽ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കയ്യിലൊരു പാക്കറ്റ് ഉണ്ട്. സാധാരണ കല്യാണ വീടുകളിൽ തലേദിവസം പോകുമ്പോൾ സമ്മാനം കൊടുക്കാൻ പോകും ഭാര്യയും ഭർത്താവും, അങ്ങനെയാണെന്ന് വിചാരിക്കും. പക്ഷെ ആളില്ലാത്ത സ്ഥലം കാണുമ്പോൾ ഭാര്യ ഇപ്പുറത്തേക്ക് എറിയും, ഭർത്താവ് അപ്പുറത്തേക്ക് എറിയും, റോട്ടിലേക്ക് വേസ്റ്റ് എറിയും. അങ്ങനെയാണ്. അപ്പോൾ കുഞ്ഞുനാളിലെ നമ്മൾ ഓരോ പാഠങ്ങൾ, നല്ല പാഠങ്ങൾ പഠിപ്പിക്കുക. അപ്പം നല്ല പാഠങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു തരുന്ന അധ്യാപകൻ്റെ റോളിലാണ് മനോരമ. ഞാൻ മനോരമയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നല്ല പാഠങ്ങൾ എന്തുമാത്രമാണ് നല്ല കാര്യങ്ങൾ. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, നിങ്ങൾ പൊളിറ്റിക്കൽ ആകണമെന്ന് പറയും. അപ്പം ഇങ്ങനെ അധ്യാപകരൊക്കെ കണ്ണുമിരിക്കും, ഈ രാഷ്ട്രീയക്കാരൻ വന്നിട്ട് കുട്ടികളെയൊക്കെ രാഷ്ട്രീയക്കാരാക്കാൻ വന്നിരിക്കുക. ഞാൻ പൊളിറ്റിക്കൽ ആകണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകണമെന്നല്ല പറയുന്നു. രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകണമെന്ന് വെച്ചാൽ അപ്പം എൻ്റെ പാർട്ടിയിൽ ചേരണമെന്ന് ഞാൻ പറയും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകാതെയും നിങ്ങൾക്ക് പൊളിറ്റിക്കലാവാം. രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായിട്ടുള്ള ഒരുപാട് പേര് പൊളിറ്റിക്കലല്ല. എന്താണ് പൊളിറ്റിക്കൽ ആകണം എന്ന് പറയുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ ബോധം നമുക്കുണ്ടാവണം, ഡെമോക്രാറ്റിക് സെൻസ്, അല്ലേ? വേറെ പണ്ട് നെഹ്റു പറഞ്ഞിട്ടില്ലേ, നമുക്ക് വിയോജിപ്പുണ്ടാവാം മറ്റൊരാളോട്, പക്ഷേ ആ വിയോജിപ്പുള്ള മറ്റൊരാളുടെ അഭിപ്രായം കേൾക്കാനുള്ള നമ്മുടെ ഒരു മനസ്സൊരുക്കമാണ് ജനാധിപത്യ ബോധം എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരാൾ പറയുമ്പോൾ അത് കേട്ടിരുന്ന് അതിലെന്തെങ്കിലും ഉണ്ടോ, അതിലെന്തെങ്കിലും നന്മയുണ്ടോ, എന്തെങ്കിലും നമ്മുടെ ചിന്തയെ കറക്റ്റ് ചെയ്യാനുള്ള വല്ലതും ആ പറയുന്നതിലുണ്ടോ? ആ പറയുന്നയാൾ വലിയ എക്സ്പെർട്ടൈസുള്ള വൈദഗ്ധ്യമുള്ള ഒരാളാകണമെന്നില്ല. വളരെ സാധാരണക്കാരനായ ഒരാൾ ചിലപ്പോൾ നമ്മളെ തിരുത്തും. അപ്പം നല്ല ജനാധിപത്യ ബോധമുള്ള ഒരു മനസ്സ് നമ്മൾ ഒരുക്കിയെടുത്താൽ മറ്റുള്ളവരെ കേൾക്കാൻ നമുക്ക് പറ്റും. മറ്റുള്ളവരെ കേൾക്കണം, അവരെന്താണ് പറയുന്നത് എന്ന് നമ്മൾ ശ്രവിക്കണം. അതിൽ നിന്ന് നമുക്ക് പുതിയ പുതിയ നല്ല പാഠങ്ങൾ നമുക്കുണ്ടാകും. അപ്പോൾ പൊളിറ്റിക്കലാകണം എന്നുള്ള ഇതിൻ്റെ ആദ്യ ഭാഗം ആ ജനാധിപത്യ ബോധമുള്ളവരാകണം എന്നാണ്. ഇപ്പോൾ ഞാൻ നല്ല പാഠത്തിൻ്റെ ഒരുപാട് പദ്ധതികൾ ശ്രദ്ധിച്ചു. എൻവയോൺമെൻറ്റ് ഫ്രണ്ടിലാണ് പദ്ധതികൾ മുഴുവൻ. പ്രകൃതിയാണ് ഏറ്റവും പ്രധാനം, അല്ലേ? ആ പ്രകൃതിയെ ഇന്ന് കാലാവസ്ഥ മാറ്റത്തിൻ്റെ, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാലമാണ്. ലോകം മുഴുവൻ ഉത്കണ്ഠയോടുകൂടി നോക്കുകയാണ്. ഞാനൊക്കെ 15 കൊല്ലം മുമ്പ് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ഭയങ്കര പ്രസംഗമാണ്. ഇപ്പം എൻ്റെ ഉള്ളിൽ നമ്മുടെ ഒരു ജനറേഷൻ കഴിഞ്ഞിട്ട് എൻ്റെ മോളുടെ ജനറേഷൻ കൂടി കഴിഞ്ഞിട്ടേ ഈ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ധാരണ. പക്ഷേ
ഞാൻ ഇത് പ്രസംഗിക്കാൻ തുടങ്ങി ഒരു ദശാബ്ദത്തിലധികം നമ്മുടെ മുന്നിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായി. അപ്പോൾ ഇനി നമ്മൾ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ധാരണകളിൽ ആ പ്രകൃതി ഒരു ഘടകമാകണം. ആ പ്രകൃതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതൊന്നാണ്. അതിനെ സംരക്ഷിക്കുക, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നത് നമ്മുടെ ജീവിതവുമായി അഭേദ്യവുമായി നമ്മൾ ബന്ധപ്പെടുത്തുക എന്നാണ്. പൊളിറ്റിക്കൽ ആകണം എന്ന് പറയുന്നതിൽ എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആകണം എന്നതുകൂടി. ഇന്നിപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത് വൺ ഹെൽത്ത് എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ല, പ്രകൃതിയുടെ ആരോഗ്യം കൂടി നോക്കണം. നമ്മുടെ ആരോഗ്യം മാത്രം നോക്കി പ്രകൃതിയുടെ ആരോഗ്യം നിങ്ങൾ തകർത്താൽ പിന്നെ നമ്മുടെ ആരോഗ്യമില്ല. എവിടെ നിന്നാണ് കോവിഡ് ഉണ്ടായത്? എവിടെ നിന്നാണ് വൈറസുകൾ ഉണ്ടാകുന്നത്? അല്ലേ? അതെല്ലാം അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, ഈ പ്രകൃതിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആ പ്രകൃതിയെ നമ്മൾ ബഹുമാനത്തോടെ ആദരവോടുകൂടി നോക്കിക്കാണുകയും ഈ ജീവജാലങ്ങളെ മുഴുവൻ നിലനിർത്തുന്നത് ആ പ്രകൃതിയാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അത് ഈ ഹരിതാഭമായ ഈ കാഴ്ചകളെ നമ്മൾ നോക്കിക്കാണുക, അതിലെ ജീവജാലങ്ങളെ നമ്മൾ നോക്കിക്കാണുക. എത്രമാത്രം ജീവജാലങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളുള്ളത്. കാട്ടിൽ പോയാലുള്ള ജൈവ വൈവിധ്യം എന്താണ്? കടലിൽ പോയാൽ കടലിൻ്റെ അടിത്തട്ടിലുള്ള ജൈവ വൈവിധ്യം എന്താണ്? ഈ പ്രകൃതിയുടെ വരദാനമായി ഈ ലോകത്തിന്, ഈ പ്രപഞ്ചത്തിന് സംഭാവന ചെയ്തിരിക്കുന്ന ആ ജൈവ വൈവിധ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കാനും കണ്ടെത്താനും ശ്രമിക്കണം. ഒരുപക്ഷെ കരയിലുള്ളതിനേക്കാൾ കടലിൻ്റെ അടിയിൽ ഈ വൈവിധ്യങ്ങളുണ്ടാവും, പ്ലാന്റ്സ് ഉണ്ടാവും, ഇല്ലേ? പലതരത്തിൽ ജീവജാലങ്ങളുണ്ടാവും.